വെൽക്കം ബാക്ക് ടു സോസി ഹബ്. എൻ്റെ ഫേവറേറ്റ് ബിരിയാണികളിലൊന്നായ ഹൈദരാബാദി ദം ബിരിയാണിൻ്റെ റെസിപ്പി കണ്ടാലോ? നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇതിൻ്റെ അഡിക്റ്റായി പോവും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയിലാണ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആദ്യം ഓയിലിലേക്ക് 4 ഉള്ളി തിന്നായി കട്ടാക്കിയതിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബിരിയാണി പോട്ടിലോട്ട് 1/2 കിലോ ചിക്കൻ എടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീര പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് തൈര്, മല്ലിയില, പിന്നെ ഫ്രൈഡ് ഓനിയൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഗീ, 2 ടേബിൾ സ്പൂൺ ഓയിൽ എല്ലാം ചേർത്ത് മിക്സാക്കി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളമൊഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലിയില, ഓയിൽ, ഉപ്പ് ചേർത്ത് തിളക്കാൻ വെക്കാം. 1/2 മണിക്കൂർ സോക്ക് ചെയ്ത 2 കപ്പ് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 60% വെന്ത് കഴിഞ്ഞാൽ അരി കോരി മാറ്റാം. ഇനി ചിക്കനും റൈസും കൂടെ ഒന്നിച്ചാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു പഴയ ദോശക്കല്ലിന്മേലെ നമ്മുടെ ചിക്കൻ മസാല വെച്ച് അരി വേവിച്ച സ്റ്റോക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പകുതി റൈസ് ചേർത്ത് കൊടുക്കാം. ലെമണും മഞ്ഞളും മിക്സാക്കിയ ജ്യൂസ്, ഫ്രൈഡ് ഓനിയൻ, കാഷ്യൂ, കിസ്മിസ്, ഗീ എല്ലാം ഇട്ട് ഒരു ഫോയിൽ വെച്ച് സീൽ ചെയ്ത് 45 തൊട്ട് 50 മിനിറ്റ് വെച്ച് നന്നായി ദം ചെയ്തെടുത്താൽ നല്ല ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.